ഹായ് ഹലോ, ഇന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ വർക്കാണ് കേട്ടോ. നമുക്ക് കിട്ടിയിരിക്കുന്ന ആലപ്പുഴയിലാണിത്. നമുക്ക് വന്നിരിക്കുന്ന വെള്ളം ബോർവെല്ല് വെള്ളമാണ്. വെള്ളത്തിൻ്റെ കളറ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പൈപ്പിൽ വരുന്ന വെള്ളത്തിൻ്റെ കളറ്. നോക്കൂ, ഇപ്പോൾ അവർക്ക് കിട്ടുന്ന വെള്ളത്തിൻ്റെ കളറ് ഇതാണ്. ഈ വെള്ളമാണ് നമുക്കൊന്ന് ട്രീറ്റ് ചെയ്യാനുള്ളത്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ടാറ്റയുടെ 1354 സൈസുള്ള 2 വെസലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിത് അയണുള്ള വെള്ളം ആയതുകൊണ്ട് നമ്മളിപ്പോൾ അതിനകത്ത് ചെയ്യാൻ പോകുന്ന മീഡിയ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് മീഡിയയാണ് കേട്ടോ. നമ്മളിത് കാറ്റ്ലസ് പറഞ്ഞ മീഡിയയാണ്. ഇത് വന്നിട്ട് ജർമ്മൻ്റെ സാധനമാണ് കേട്ടോ, മെയ്ഡ് ഇൻ ജർമ്മനി. അതുപോലെ തന്നെ അയൺ തന്നെ വേറെ ഇടുന്ന DMA എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് വന്നിട്ടുള്ള മെയ്ഡ് ഇൻ ഓസ്ട്രേലിയയാണ്. 2 ബാഗ് അതും 1 ബാഗ് കാറ്റ്ലസാണ് നമ്മൾ ഇടുന്നത് കേട്ടോ, അയണിന് വേണ്ടി. പിന്നെ ഒരു മീഡിയ ഇതാണ് സൈലക്സ്. ഇതാണ് അടുത്ത മീഡിയ. ഇത് കോർ സാൻഡാണ്. ഇതാണ് നമ്മൾ അടുത്ത് ഇടാൻ പോകുന്ന മീഡിയ. ഇതാണ് ഫൈൻ സാൻഡാണിത്. ഇതാണ് അടുത്ത മീഡിയ, കാറ്റ്ലസ്. ഈ ഇടുന്നതാണ് DMA എന്ന് പറഞ്ഞ മീഡിയ. നമ്മളിപ്പോൾ ഒരു സിലിണ്ടറിൽ നമ്മൾ വന്നിട്ട് ചെയ്യുന്നത് സാൻഡ് ഫിൽറ്ററും, ഒരു സിലിണ്ടറിൽ അയൺ മീഡിയ മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇൻസ്റ്റലേഷൻ ചെയ്താൽ മതി. ഇപ്പോൾ മഴയുകൊണ്ട് നമുക്ക് പ്ലംബിങ് ചെയ്യണമെന്ന് നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. മഴയോട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ബോർവെല്ല് വെള്ളം നമ്മൾ നേരെ മോട്ടർ വഴി 2 ഫിൽറ്റർ വഴി നേരെ ടാങ്കിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാക്ക് വാഷ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. പുതിയ ഫിൽറ്റർ ആയതുകൊണ്ട് നമ്മൾ അരമണിക്കൂർ ആദ്യം ബാക്ക് വാഷ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫിൽറ്റർ ഇടാൻ പറ്റുള്ളൂ. ഫിൽറ്റർ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എവിടെ വേണമെങ്കിലും നമ്മൾ വന്ന് വെള്ളം ടെസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി, താഴെ കണ്ട നമ്പറിൽ. ഇത് നമ്മുടെ ഔട്ട്പുട്ട് വെള്ളം ഇതാണ് കേട്ടോ. നല്ല പക്കയായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വെള്ളം നിങ്ങൾ കണ്ടല്ല, ഞാൻ ഒന്നും കൂടി പൈപ്പിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ കിടക്കുന്ന വെള്ളം ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് വെള്ളം റിസൾട്ട്. ഇത് നമ്മൾ നേരെ ഈ വെള്ളം ടാങ്കിലേക്ക് കയറ്റും കേട്ടോ. ഇപ്പോൾ ഇത് ആദ്യം പൈപ്പിൽ കിടക്കുന്ന വെള്ളമായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്ത് കളയണം ടാങ്കിൽ. ഇപ്പോൾ പൈപ്പിലുണ്ടോ, ഇതാണ് ഈ വെള്ളമാണ് നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു.